മോളെ ബോംബെ ബോംബെ എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ മുംബൈ എന്ന് പറയും. അയ്യോ അത് ഞാൻ പറയേണ്ട സംഭവമാണ്. അന്ന് മുമ്പ് കയറി അടിച്ചല്ലേ. അവിടെ താരാളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ധാരാവി അതും കേട്ടിട്ടുണ്ട്. അല്ല ഈ അറിയാൻ പാടത്ത് ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടോ? എന്തിനാ? ഒരു കിടുക്കൻ കഥ ഞാൻ പറഞ്ഞുതരാം. തമ്പുരാൻ പറഞ്ഞോ, ഞാൻ കേട്ടോളാം. അവിടുത്തെ ഒരു ചേരി ഒരൊറ്റ രാത്രി നിന്ന് ഒഴിച്ചിട്ടുണ്ട് ഞാൻ. വൃത്തിയേട് അതല്ലെന്ന് ഒഴിപ്പിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. ആ എന്നെ സംബന്ധിച്ചോളം എന്താ ആ എന്നെ സംബന്ധിച്ചോളം അതെന്തുവാ? അത് അവിടെ മാത്രമുള്ള സംഭവമാണ്. ഈ ചോളം കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിയാൽ ദോശ കഴിക്കാം, ഇഡ്ഡലി കഴിക്കാം, ഗംഭീര സാധനമാണ്. സബ്ജക്റ്റിന്ന് മാറുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ. മോളെയും അച്ഛനെയും ഒരു പൂ പറിക്കുന്ന പോലെ ഞാൻ എടുത്തു കളയും. അത് വിട്, എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട. ഞാനും ഈ ജയിലും പോലീസും ഒക്കെ കണ്ടിട്ടുണ്ട്. എങ്ങനെ? അതെന്തോന്നറിയാമോ, ഞാൻ കുളത്തിൽ കുളിച്ചോണ്ടിരിക്കുമ്പോ എന്റെ മൂക്കുത്തി കുളത്തിൽ അങ്ങ് കളഞ്ഞു പോയി. അപ്പൊ അതിന് പകരം ആ തുള അടയാതിരിക്കാൻ ഞാൻ ഒരു ചെടിയുടെ തണ്ട് ഒടിച്ചിട്ടായിരുന്നേ. ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. എന്ത് പറ്റി? കഞ്ചാവിന്റെ തണ്ടായിരുന്നു എടുത്തിട്ടത്. മൂക്കിനകത്ത് കഞ്ചാവ് കൃഷി നടത്തുന്നു പറഞ്ഞ് പോലീസ് പിടിച്ചോണ്ട് പോയി. ഇന്നലെയാ വിട്ടത്. അപ്പൊ ഏകദേശം നമ്മൾ രണ്ടുപേരും ഒരു റൂട്ടിൽ പോകേണ്ട ടീമാണ്. മനസ്സിലായില്ല? തുലാമാസ രാത്രിയിൽ ഒരു പുതുപ്പിന്നിൽ കിടക്കാനും എന്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റാനും എനിക്കൊരു പെണ്ണിനെ വേണം. ഈ ഡയലോഗ് ഇപ്പൊ ഇവിടെ എന്തിനാ പറഞ്ഞത്? ചുമ്മാ കിട്ടിയല്ലേ, ഒന്ന് ഇടക്കൊന്ന് വളച്ചു നോക്കിയതാ കിട്ടണ പോരട്ടെന്ന് വെച്ചിട്ട്. ഇനി നാവ് നോക്കി നീ സംസാരിച്ച ചൂലെടുത്തടിക്കും ഉണ്ണിമായ. രണ്ട് അച്ഛനെ മോളെ ഞാൻ ഇവിടെ ചവിട്ടി ചാത്തും പാതാളത്തിലേക്ക്. അറിയാലോ എന്നാ? സംഗീതം എന്ന് പറയുന്ന 3 അക്ഷരത്തിന്റെ അർത്ഥം അറിയോ തനിക്ക്? പാട്ട്, ഗാനം, മ്യൂസിക്. എന്റെ അടുത്ത് കളിയുന്നുണ്ട്. പണം കൊണ്ട് കോവിലകം വാങ്ങാം. 100 കൊല്ലം ഒറ്റക്കാലി തപസ് ചെയ്താൽ 7 സ്വരവും ശ്രുതിയും താളവും തെറ്റാതെ പാടാൻ കഴിയോ തനിക്ക്? ഇവിടെ ഒറ്റക്കാലിൽ നിന്ന് നിക്കറിടാൻ പറ്റുന്നില്ല. അടുത്തേക്കാണ് 100 കൊല്ലം. ചുരുക്കി പറഞ്ഞ സംഗീതം അറിഞ്ഞുകൂടാ. സംഗീതം പഠിക്കണ മോഹവുമായി ചെന്നെത്തിയത് മുംബൈയിൽ ഷാരൂഖ് ഖാന്റെ മുന്നിൽ. ഷാരൂഖ് ഖാനൊക്കെ സംഗീതം പഠിപ്പിക്കാൻ അറിയില്ലേ? കാര്യം അറിയിച്ചപ്പോ ദക്ഷിണ വെക്കാൻ പറഞ്ഞു. ഹാർമോണിയെ പെട്ടി പാടാൻ വേണ്ടി പോവല്ലേ? നിന്നോടിപ്പൊ പെട്ടി കൊണ്ടുവരാൻ പറഞ്ഞ കുഞ്ഞിരാമ. അയ്യോ ഈ സിനിമയിലല്ല. സിനിമ മാറി പിടിച്ചേ. ഇവിടെ പിടിക്കും. ഇതെന്താണ്? സിനിമ മാറിപ്പോയി. എനിക്കിപ്പൊ മനസ്സിലായി യഥാർത്ഥത്തിൽ കുരങ്ങന്റെ കയ്യിൽ പൂമാല ഇരുന്ന് എങ്ങനെ ഇരിക്കുന്ന. എന്താന്ന് വെച്ചാ ചെയ്തോളാം, ഞാൻ പോവാ. അയ്യോ അതെ, എന്തിനാ ഓടിയെന്തിനാണ്? അണയ്ക്കാൻ വേണ്ടി ഓടിയതാ. എവിടെ തീ പിടിച്ചിട്ട്? തീ പിടിച്ചിട്ടല്ല. ഓടുമ്പോ നമ്മൾ അണയ്ക്കൂലേ, അവിടെ കിടന്ന് ഓടാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഇവിടെ കിടന്ന് ഓടിയത്. അയ്യോ എന്റെ ദൈവമേ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് കറങ്ങല്ലേ. എന്റെ തല കറങ്ങിയിട്ട് പാടില്ല. നീ മോഹൻലാൽ അവിടെ. സംഗീതം അനന്തസാഗരമാണ്. ഹരിമുരളീരവം ഹരിത വൃന്ദാവനം. ഇനി പാടാൻ വേണ്ടി പോണം. മാറിക്കേ, മാറ്. പാടാല്ലേ? ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയമോഹനഗാനം ഹരിമുരളീ. എന്താടാ അമ്മ? എടാ എന്താടാ? അയ്യാ നിന്നെ തേടി മാപ്പാക്കണം, ഇനി പരീക്ഷിക്കരുത്. ഞാനും എന്റെ അച്ഛനും ഇപ്പൊ തന്നെ ഇവിടുന്ന് പോയിക്കോളാം. ചേരിയിൽ പല ആൾക്കാരും ഒഴിവാക്കി വിട്ടത്. ഇത്ര ക്രൂരമായിട്ടോ? ഇത്രല്ല, 2 വരി പവർമുഖം എല്ലാവരും കെട്ടും പ്രമാണമൊക്കെ എടുത്ത് പോകും. ഇവനെ ഒഴിവാക്കി വിട്ട് ചേരുണ്ടല്ലോ. ഇപ്പൊ ആരും രണ്ടോടെ കിടക്കരുത്. ഞാൻ ഇറങ്ങുകയാണ്. നിക്ക് നന്ദ, നീയാണ് ഈ വീട്ടിലെ തന്ത. അല്ല, നീയാണ് ഇവിടുത്തെ തമ്പാൻ. തമ്പാനാ? അണച്ചിട്ടാണ്. നീയാണ് ഇനി ഇവിടുത്തെ തമ്പുരാൻ. ഞാൻ പോവാ. ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല നന്ദ.
ഞാൻ ഇവളുടെ അച്ഛനെ മാത്രം. വരട്ടെ താത്ത. വായോ. ഇപ്പൊ അങ്ങനെയല്ല എന്റെ കൂടെ. അല്ല എനിക്ക് 250 കോടി അതൊക്കെ പോയാ കണ്ടു പറഞ്ഞേ. ഇനിയൊരു സംഭവം ഉണ്ട് കേട്ടോ. എന്തേ ഇപ്പൊ നമ്മളെ തിരിച്ചു വിളിക്കും. വിളിക്കാനായിട്ട് അയാളില്ല, അയാൾ പോയി. തിരിച്ചു വിളിക്കടാ. നീ ബോംബെ പോയിട്ട് ഞാൻ ഫോണിൽ വിളിച്ചാൽ മതിയാ? അയ്യോ അങ്ങനെ തിരിച്ചു വിളിക്ക്. ജഗ പോലെ വേറൊരു സാധനം കൂടി ഇട്ടു എന്നിട്ട് പോവുള്ളൂ. തമ്പുരാൻ. എത്ര നേരമായിട്ട് കാത്തിക്കുന്നത്, എന്നെ വിളിക്കാൻ വയ്യ. എന്തായാലും നീ എന്നെ വിളിച്ചല്ലോ, ഒരുപാട് സന്തോഷമായടാ. എടാ എന്റെ പെങ്ങളുടെ കൊച്ചുണ്ടല്ലോ എബി മാത്യു, അവൻ ബോംബെയിൽ കിടന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കണെന്ന്. ഒന്ന് വേഗം ചെല്ലടാ. നിന്റെ പെങ്ങടെ മോനെ എന്റെ കൈ കിട്ടിയണ്ടല്ല. ശംഭോ മഹാദേവ.